വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീനാരായണ ഗുരുദേവൻ്റെ അമൃതവാണികളെ ശ്രവിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ, പ്രചരിപ്പിക്കുന്നതിലൂടെ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ നമുക്ക് കഴിയും. ഗുരുദർശനങ്ങൾക്ക് കാലാതീതമായ മഹത്വമാണ് ഉള്ളത്. ഗുരുദർശനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ സമീപിക്കുവാനുള്ള കരുത്താണ് നാം ആർജിക്കേണ്ടത്. ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാമെന്ന് കാണിച്ചു തരികയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ ഓരോ പങ്ക്തികളും. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതി. വെറും 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. മോക്ഷം കൊതിക്കുന്നവർക്കുള്ള ഗുരുതീർത്ഥം നിറച്ച പൂർണ്ണ കുംഭമാണ് ഗുരുസാഗരം മാസിക. അത് നുകരാനുള്ള ഭാഗ്യം എല്ലാ സുഹൃത്തുക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ വായനാ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസിക 2021 മെയിലക്കം സത്ചിന്ത എന്ന പങ്ക്തിയാണ്. വായനക്കാരുടെ സംശയങ്ങളും അതിനുള്ള ആചാര്യൻ്റെ മറുപടിയുമാണ് ഈ പങ്ക്തി. മനുഷ്യൻ എന്ന പദത്തിനെന്തർത്ഥം? ചോദ്യം: സർ, എന്താണ് നന്മ, എന്താണ് തിന്മ, ശരിതെറ്റുകൾ എന്തൊക്കെയാണ്? ഇതൊന്നും വേർതിരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ശരിയെന്ന് കരുതി ചെയ്യുന്നതൊന്നും മറ്റു പലർക്കും ശരിയായി തോന്നുന്നില്ല. അവരുടെ ശരികളെ എനിക്കും രസിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരിയുണ്ടോ, അതോ ഒരൊറ്റ ശരി മാത്രമേ ഉള്ളോ? ഉത്തരം: ശരിതെറ്റുകൾ ആപേക്ഷികമാണ്. പ്രത്യേകിച്ച് എല്ലാവരും അവനവൻ്റെ കാര്യത്തിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ ആധുനിക ലോകത്ത്. എന്നാൽ പൊതുവായ ഒരു ശരി ഇവിടെയുണ്ട്. അത് നിർഗുണവും നിരാകാരവുമായതിനാൽ ആർക്കും വേണ്ട. അങ്ങനെയൊന്ന് ഉണ്ടെന്ന് പോലും അതിനാൽ ആർക്കും വിശ്വാസവുമില്ലാതായിരിക്കുന്നു. മനുഷ്യൻ എന്ന പദം ദൈവത്തിനും പിശാചിനും മധ്യേ നിൽക്കുന്ന ഒന്നാണ്. മുന്നോട്ട് സഞ്ചരിച്ചാൽ മനുഷ്യൻ ദൈവമാകും, പിന്നോട്ട് സഞ്ചരിച്ചാൽ പിശാചും. ഇത് രണ്ടുമാകാനും ആകാതിരിക്കാനും മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കും. എന്തെന്നാൽ ഈ പ്രപഞ്ചത്തിൽ ആരായിത്തീരാനും അവനെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് മനസ്സ്. ചിന്ത, സങ്കല്പങ്ങൾ, വികല്പങ്ങൾ, ഇന്ദ്രിയ വികാരങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ബുദ്ധിയുടെ പ്രകാശത്തിൽ വ്യാപരിക്കുന്നതാണ് മനസ്സ് എന്ന സംവിധാനം. ബുദ്ധി സ്വയം പ്രകാശിക്കില്ല. അത് ബോധത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ബോധ വെളിച്ചത്തിൽ പ്രകാശിക്കും. ബോധം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ശരീരം എന്നിവ ചേർന്നതാണ് മനുഷ്യൻ്റെ സ്വരൂപം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണനിലേക്കും, പ്രാണൻ മനസ്സിലേക്കും, മനസ്സ് ബുദ്ധിയിലേക്കും, ബുദ്ധി ബോധത്തിലേക്കും നോക്കിയാൽ മനുഷ്യൻ്റെ ചിന്തയും സങ്കല്പവും പ്രവൃത്തിയും വാക്കുമെല്ലാം ദൈവികമായിരിക്കും. എന്നാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളിലേക്കും അവ കാണിച്ചു തരുന്ന ബാഹ്യലോകത്തേക്കും മാത്രം നോക്കിയാൽ ബുദ്ധി പ്രകാശിക്കില്ല. മനസ്സ് അപ്പോൾ ഇരുട്ടിലെ സുഖങ്ങൾ മാത്രം അനുഭവിക്കും. അവ നേടുന്നതിനായി മാത്രം ബുദ്ധിയെ ഉപയോഗിക്കും. ബുദ്ധിയാകട്ടെ ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന ലോകാനുഭവത്തെ മാത്രം പ്രകാശിപ്പിക്കും. അത് മനുഷ്യനെ പിശാചിലേക്ക് എത്തിക്കും. പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്നത് ഇന്ദ്രിയങ്ങളാണ്. അവ മനസ്സിനെയും ബുദ്ധിയെയും സമ്മർദ്ദത്തിലാക്കും. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഒരുവനിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പോഴാണ് ശരിതെറ്റുകൾ ആപേക്ഷികമാകുന്നതും അവനും ഇവനും വേറെ വേറെ ശരികൾ ഉണ്ടാകുന്നതുമെല്ലാം. ബോധമാണ് ദൈവം.
ബോധത്തിലേക്ക് നോക്കി സഞ്ചരിച്ചാൽ ഒരു ശരിയേ ഇവിടെ ഉണ്ടാവൂ. ആ ശരി മറ്റെല്ലാവർക്കും സ്വീകാര്യവും ആയിരിക്കും. എന്നാൽ ബോധത്തിലേക്ക് നോക്കാതെ മനുഷ്യൻ മനസ്സിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും നോക്കിയാൽ ബോധം മറഞ്ഞു നിൽക്കും. ഇരുട്ടിൻ്റെ ശക്തികളോട് മാത്രമാകും സഹവാസം. സ്വാർത്ഥത, കുടിലത, കുശുമ്പ്, അസൂയ എന്നീ ദുർവികാരങ്ങളാണ് ഇരുട്ടിൻ്റെ സമ്പാദ്യങ്ങൾ. അവയെ സ്വീകരിക്കുന്നവർക്ക് പിന്നെ എന്തൊക്കെ ലഭിച്ചാലും സുഖം ലഭിക്കില്ല. എത്രത്തോളം ഇന്ദ്രിയ സുഖങ്ങൾ ലഭിച്ചാലും അവർക്ക് തൃപ്തിയും ഉണ്ടാകില്ല. മനുഷ്യൻ എന്ന പദത്തിന് ദൈവം എന്ന ഒറ്റ പദത്തിൻ്റെ ഏകമായ അർത്ഥം വരുത്തണോ അതോ ഒരുപാട് വകഭേദങ്ങൾ വരുന്ന അനുഭവ ബാഹുല്യം വരണമോ എന്നതാണ് മനുഷ്യന് മുന്നിൽ വരുന്ന ചോയ്സുകൾ. അതിലേതാണോ അന്ധക്കരണം തിരഞ്ഞെടുക്കുന്ന വഴി, ആ വഴിക്ക് സഞ്ചരിക്കാനാകും ജന്മനിയോഗം. അത്തരക്കാർ ആ വഴിക്ക് പോകും. ആത്മാവിൻ്റെ വഴിക്ക് പോകാൻ വാസനയുള്ളവർ ആ വഴിക്കും പോകും. എക്കാലത്തും മനുഷ്യലോകം ഇങ്ങനെയാണ്. ആത്മാവിൻ്റെ വഴിക്ക് പോകുന്നവർ ലോകഹിതത്തിനായി പ്രയത്നിക്കും. അവരെ സംബന്ധിച്ച് ഒരു ശരിയേ ഉള്ളൂ. അനുഭവ ബാഹുല്യത്തിൻ്റെ ഇന്ദ്രിയ വഴി തിരഞ്ഞെടുക്കുന്നവർ അവനവൻ്റെ സുഖത്തിനായി പ്രയത്നിക്കും. അവരെ സംബന്ധിച്ച് ശരിതെറ്റുകൾ മാറിയും മറിഞ്ഞും വരും. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു. മാസിക ഇപ്പോൾ ഓൺലൈനായും വായിക്കാവുന്നതാണ്. www.gurusaagaram.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ വായന ആസ്വദിക്കാവുന്നതാണ്. ഇനി വായിക്കുവാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് മാസികയുടെ ഓഡിയോ വെർഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്തേ.